പടിപതറി നെതന്യാഹു. അഴിമതി കേസിലെ മാപ്പഭ്യർത്ഥനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തേടിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൈക്കൂലി, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കേസുകളിൽ തനിക്ക് മാപ്പ് നൽകണം എന്ന നെതന്യാഹുവിന്റെ അഭ്യർത്ഥനയ്ക്കെതിരെ ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനോടാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു കത്ത് നൽകിയത്. നിലവിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കുകയും കേസുകൾ റദ്ദാക്കുകയും വേണം എന്നതാണ് കത്തിൽ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തേടാനാണ് നെതന്യാഹുവിന്റെ നീക്കം. ഇന്നലെ രാത്രി ട്രംപുമായി നെതന്യാഹു ദീർഘനേരം ഫോണിൽ സംസാരിച്ചു. പ്രതിപക്ഷ നേതാക്കളിലും മറ്റും സമ്മർദ്ദം ചെലുത്താൻ US പ്രസിഡന്റിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ പ്രസിഡന്റിന് കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ മുൻ അഭിഭാഷകൻ പ്രതികരിച്ചു. അസാധാരണ അപേക്ഷയായതിനാൽ പ്രസിഡന്റിന്റെ തീരുമാനം കൈക്കൊള്ളാൻ എളുപ്പമല്ല. കുറ്റം സംബന്ധിച്ച പശ്ചാത്താപം പ്രകടിപ്പിച്ച് അടിയന്തരമായി രാഷ്ട്രീയം വിടണം എന്ന പ്രതിപക്ഷ ആവശ്യം നെതന്യാഹു തള്ളുകയാണ് ഉണ്ടായത്. അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 2 പേർ കൂടി മരിച്ചിരിക്കുകയാണ്. റഫയിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന മുഴുവൻ ഹമാസ് പോരാളികളെയും വധിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പും നൽകി. ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രയേൽ സൈന്യം അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം മനുഷ്യ വിഭവശേഷി പ്രതിസന്ധി നേരിടുന്നതായി ഇസ്രയേലി റിസർവ് ജനറലും സൈനിക വിശകലന വിദഗ്ധനുമായ ഇറ്റ്ഷാക് ബ്രിക് പറഞ്ഞു. നിരവധി സൈനിക ഉദ്യോഗസ്ഥർ സമീപ മാസങ്ങളിൽ സേവനത്തിൽ നിന്നും വിട്ടുനിന്നതായും ബ്രിക് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടിത പീഡനമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു. സംഘടിതവും വ്യാപകവുമായ പീഡനമാണ് ഇസ്രയേൽ നടത്തിയതെന്ന് യുഎന്നിന്റെ കമ്മിറ്റി അഗെയിൻസ്റ്റ് ടോർച്ചറിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 2 വർഷമായി യുഎന്നിന്റെ CAT കൺവെൻഷൻ ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്ന വിലയിരുത്തലിലാണ് ഗുരുതരമായ പീഡനങ്ങൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കടുത്ത മർദ്ദനം, വൈദ്യുതാഘാതമേൽപ്പിക്കൽ, വാട്ടർ ബോർഡിംഗ്, നായ്ക്കളുടെ ആക്രമണം, ലൈംഗിക അതിക്രമം, കടുത്ത നിയന്ത്രണങ്ങൾ, തടവുകാരെ മൃഗങ്ങളെ പോലെ പെരുമാറാൻ നിർബന്ധിക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങൾ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ നടത്തി എന്നതും റിപ്പോർട്ടുകളിലുണ്ട്. ആസൂത്രിതമായി വൈദ്യസഹായം നിഷേധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഗാസയിലെ വംശഹത്യ ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഈ നയം നടത്തിയിരുന്നുവെന്നും CAT വ്യക്തമാക്കി. പലസ്തീൻ ജനതയ്ക്ക് ക്രൂരവും അപമാനകരവും മനുഷ്യത്വരഹിതവുമായ ജീവിത സാഹചര്യങ്ങളാണ് ഇസ്രയേൽ സൃഷ്ടിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ CAT പറഞ്ഞു. ഈ ക്രൂരതകൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടി സ്വീകരിക്കണമെന്നും നിലവിൽ ഇസ്രയേൽ നടത്തുന്ന പീഡനങ്ങളെ പുനഃപരിശോധിക്കുന്നതിനായി ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനുഷിക സഹായം ഉടനടി ലഭ്യമാക്കണമെന്നും ഗാസയിലേക്ക് സഹായ പ്രവർത്തകർക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകണമെന്നും കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. മാനുഷിക പ്രതിസന്ധി നിർണായക ഘട്ടത്തിലാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അൽബേനിയ, അർജന്റീന, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ ഗുരുതരമായ പ്രശ്നങ്ങളും കമ്മിറ്റി അഭിസംബോധന ചെയ്തിരുന്നു. അതേസമയം ഇസ്രയേൽ സൈന്യം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം മനുഷ്യ വിഭവശേഷി പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഇസ്രയേലി റിസർവ് ജനറൽ ഇറ്റ്ഷാക് ബ്രിക് ആരോപിച്ചതും മറ്റൊരു വിഷയമാണ്. ഒരു ദിനപത്രത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും കമ്മീഷൻ ചെയ്യാത്ത മറ്റുദ്യോഗസ്ഥരും സമീപമാസങ്ങളിൽ സേവനത്തിൽ നിന്ന് വിട്ടുനിന്നതായും ബ്രിക്കോ ആരോപിച്ചിട്ടുണ്ട്. അവർ സൈന്യത്തിലേക്കുള്ള ക്ഷണം നിരസിക്കുകയും കരാറുകൾ പുതുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയുടെ 2 വർഷത്തിനിടയിൽ സൈന്യത്തിന് 923 സൈനികരെയാണ് നഷ്ടപ്പെട്ടത്. 6399 പേർക്കാണ് പരിക്കേൽക്കുകയുണ്ടായിട്ടുള്ളത്. ഇതിനു പുറമെ 20,000 സൈനികർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നും സൈനിക ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കനത്ത സൈനിക സെൻസർഷിപ്പിന് കീഴിൽ സൈന്യത്തിന്റെ മനോവീര്യം നിലനിർത്താൻ ഉയർന്ന നഷ്ടങ്ങൾ മറച്ചുവെച്ചതായി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർ ഉടനടി പിരിച്ചുവിടൽ ആവശ്യപ്പെട്ടതായും റിക്രൂട്ട്മെന്റുകൾ ദീർഘകാല കരാറുകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതായും ഇത് സൈന്യത്തിലുടനീളം ജീവനക്കാരുടെ വ്യാപകമായ ക്ഷാമം സൃഷ്ടിച്ചതായും ബ്രിക് എഴുതി. മനുഷ്യശക്തിയിലെ കുത്തനെയുള്ള കുറവ് ഉപകരണങ്ങളുടെ പരിപാലനത്തെയും യുദ്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഗുരുതരമായ സാഹചര്യം സൈന്യത്തിന് പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഇറ്റ്ഷാക് ബ്രിക് പറയുന്നു. സമീപ വർഷങ്ങളിൽ തുടർച്ചയായി നിയോഗിക്കപ്പെട്ട ചീഫ് ഓഫ് സ്റ്റാഫുകളെ അദ്ദേഹം മോശമായ തീരുമാനങ്ങൾക്ക് കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ തീരുമാനത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കലും പുരുഷന്മാർക്ക് 3 വർഷവും സ്ത്രീകൾക്ക് 2 വർഷവും കുറഞ്ഞ സേവന കാലാവധിയും ഉൾപ്പെടുകയാണ്. ഇത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയ വിടവുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിടവുകൾ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ സേവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിന്റെ മാൻ പവർ വിഭാഗം വർഷങ്ങളായി പ്രൊഫഷണലിസമോ ഉത്തരവാദിത്തമോ ഇല്ലാതെ പ്രവർത്തിക്കുകയും മനുഷ്യ വിഭവശേഷി കൈകാര്യം ചെയ്യുന്നതിലും അതിന്റെ ആവശ്യങ്ങൾ വിലയിരുത്തുന്നതിനുമുള്ള പ്രധാന പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്തുവെന്നും ബ്രിക് പറഞ്ഞു. കാലഹരണപ്പെട്ട സംവിധാനങ്ങളും വിഘടിച്ച ഡാറ്റാബേസുകളും കാരണം സൈന്യം വിവര അന്ധത അനുഭവിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാൻ പവർ പ്രതിസന്ധി ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പക്ഷാഘാതമായി പരിഗണിക്കുമെന്ന് ബ്രിക് മുന്നറിയിപ്പ് നൽകി.
ചാനൽ 12 വാർത്ത പ്രകാരം IDF-ൽ ലഫ്റ്റനന്റ് ക്യാപ്റ്റൻ റാങ്കുകളിലായി 1300ഓളം ഓഫീസർമാരുടെയും മറ്റൊരു 300 മേജർമാരുടെയും കുറവുണ്ട്. സൈന്യം നടത്തിയ ആഭ്യന്തര സർവേകളെ ഉദ്ധരിച്ചുകൊണ്ട് ഓഫീസർമാരിൽ 63% പേർക്ക് മാത്രമേ സൈന്യത്തിൽ തുടരാൻ താൽപര്യമുള്ളൂ എന്നാണ്. 2018 ഇത് 83%. അതേസമയം 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടന്ന കൂട്ടക്കൊലയിൽ 70,000-ലധികം പലസ്തീനികളെ, കൂടുതലും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.